Hello friends, welcome back to Anci's world. I have a simple pudding. Healthy pudding. Now we will see the recipe. അപ്പോൾ പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു 500 ml പാലാണ് ഫ്രഷ് മിൽക്ക് ആണ് എടുത്തിട്ടുള്ളത് ട്ടോ. അതൊന്ന് ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കാം. അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. പാൽപ്പൊടി നിർബന്ധമൊന്നുമില്ല ട്ടോ. കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ട്ടോ. ഇപ്പോൾ ഞാൻ സ്റ്റവ് ഓൺ ആക്കിയിട്ടില്ല ട്ടോ. നന്നായിട്ട് കട്ടക്ക് തുടങ്ങിയവ വരെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ പുഡിംഗ് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് ചൈന ഗ്രാസ് ആണ് ട്ടോ. ചൈന ഗ്രാസ് ഒരു 10 ഗ്രാം വേണം. ഇതാണ് ചൈന ഗ്രാസ്. അപ്പോൾ ഇത്രയ്ക്കൊന്നും വേണ്ട, ഇതിൻ്റെ പകുതി മതി ട്ടോ. 500 ml 10 ഗ്രാം ആണ്, കറക്റ്റാണ്. അപ്പം നമ്മൾ പുഡിംഗൊക്കെ നല്ലതായിട്ട് സെറ്റാകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ട്ടോ ഈ ചൈന ഗ്രാസ്. അപ്പോൾ ഈ ചൈന ഗ്രാസ് നമ്മൾ ഒരു 20 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്യണം. ഒരു കപ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്യാം. എന്നിട്ടിത് നന്നായിട്ട് മെൽറ്റാക്കണം. അപ്പോൾ നമ്മൾ പാല് തിളയ്ക്കാൻ വേണ്ടി വെക്കുമ്പോൾ തന്നെ ഈ ചൈന ഗ്രാസും ലോ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. അപ്പോൾ ഏകദേശം പാല് തിളച്ച് വരുമ്പോഴത്തേക്ക് ഇത് മെൽറ്റായിട്ടുണ്ടാവും. പിന്നെ നമുക്ക് വേണ്ടത് മിൽക്ക് മെയ്ഡാണ്. ഇനി മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഷുഗർ ഇട്ട് കൊടുത്താലും മതി. ഇനി രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഇട്ടാലും മതി കേട്ടോ. ഞാനിപ്പോൾ മിൽക്ക് മെയ്ഡ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഞാൻ വളരെ കുറച്ച് മാത്രമേ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇവിടെ ഷുഗർ വലിയ ഇഷ്ടമല്ല, അതുകൊണ്ട് കുറച്ച് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പം നിങ്ങളുടെ ആ ഒരു ടേസ്റ്റിനനുസരിച്ച് മധുരം എത്രത്തോളം വേണോ അതിനനുസരിച്ച് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുക കേട്ടോ. മിൽക്ക് മെയ്ഡും ഷുഗറും കൂടെ ആഡ് ചെയ്യാം, ഇനി ഷുഗറും മാത്രമായിട്ടും ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് ഫ്രൂട്ട്സ് ആണ്. ഞാനിവിടെ സ്ട്രോബെറി, കിവി, അതുപോലെ തന്നെ ബനാനയും ആപ്പിളാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഏതാണെന്ന് വെച്ചാൽ അതെടുക്കാം. പിന്നെ ഇതിലോട്ട് ഞാൻ കുറച്ച് ലെമൺ ഒന്ന് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. കളറൊക്കെ ഒന്ന് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ലെമണ് ഒന്ന് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഇനി ഇത് ഏകദേശം പാല് തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് കട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. പിന്നെ പാല് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, കാരണം മിൽക്ക് മെയ്ഡൊക്കെ ആഡ് ചെയ്തതാണ്. അപ്പോൾ ചിലപ്പം അടി പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കുറച്ച് ഷുഗർ കുറവാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ മെൽറ്റായിട്ട് വരും നമ്മുടെ ചൈന ഗ്രാസ്, കണ്ടില്ലേ? അപ്പോൾ ഈ ഏകദേശം ആ ഒരു പാല് തിളച്ച് വരുമ്പോൾ തന്നെ അപ്പുറത്തെ അടുപ്പിൽ ഈ ചൈന ഗ്രാസ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് തിളച്ച് വന്നോളും. പിന്നെ ചൈന ഗ്രാസ് ഇതിലേക്ക് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടിനും ഒരേ ടെമ്പറേച്ചർ ആയിരിക്കണം കേട്ടോ. ഈ പാലിനും ചൈന ഗ്രാസിനും ഒരേ ടെമ്പറേച്ചറിലാണ് ഒഴിക്കേണ്ടത്. അല്ലെങ്കിൽ ചിലപ്പോൾ അതിങ്ങനെ പിരിഞ്ഞ് കട്ടകട്ടമായിട്ട് നിൽക്കുന്നത് പോലെ തോന്നും. നന്നായിട്ട് അരിച്ച് ഇതിലോട്ട് ചേർക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. ചൈന ഗ്രാസ് ഒഴിച്ചതിന് ശേഷം കൂടുതൽ നേരം തിളപ്പിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു ട്രേ എടുത്തിട്ട് അതിലോട്ട് ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് കൊടുക്കാം. എന്തെങ്കിലും ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ടുള്ളൊരു പാത്രം മതി കേട്ടോ. ഇതുപോലത്തെ ട്രേ തന്നെ വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഒരു 3/4 ഭാഗത്തോളം ഫ്രൂട്ട്സ് ഞാനിതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 2-3 ബിസ്ക്കറ്റ് ഇതിലോട്ട് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ള ഫ്രൂട്ട്സും കൂടെ ആഡ് ചെയ്യാം. ഈ ഒരു പുഡിങ് പെട്ടെന്ന് തന്നെ കഴിച്ച് തീർക്കണം കേട്ടോ. ഫ്രൂട്ട്സൊക്കെ ഇട്ട് വെച്ചല്ലേ, കുറേ 2-3 ദിവസം ഒന്നും വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റൊക്കെ പോയിപ്പോവും. അപ്പം 1-2 ദിവസത്തിനുള്ളിൽ തന്നെ അത് തീർക്കാൻ നോക്കണം കേട്ടോ. പിന്നെ ഇതിലോട്ട് ആ തിളപ്പിച്ച് വെച്ചിട്ടുള്ള പാല് ഒഴിച്ചു കൊടുക്കാം. അപ്പം മൊത്തം പാല് ഞാനിതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പാൽ ഒഴിച്ചു കൊടുക്കുമ്പോഴല്ലോ ഇതിലിങ്ങനെ ചെറിയ ചെറിയ ബബിൾസ് കാണാം. അപ്പം നമ്മൾ ആ ബബിൾസൊക്കെ ഒന്ന് പൊട്ടിച്ച് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് സെറ്റായി വരുമ്പം ഇങ്ങനെ ഹോള് പോലെ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ കാണുമ്പോൾ ഒരു ഭംഗിക്കുറവുണ്ടാവും, അത്രേ ഉള്ളൂ കേട്ടോ. ഞാനിപ്പോൾ മൊത്തത്തിലൊന്നും പൊട്ടിച്ച് കൊടുത്തിട്ടില്ല. ഇതിനി ഒരു പാലൊക്കെ തണുക്കുന്ന വരെ പുറത്ത് തന്നെ വയ്ക്കുക കേട്ടോ. ഏകദേശം ഉണ്ടോ, പുറത്ത് വയ്ക്കുമ്പോൾ തന്നെ ഒന്നും ഇങ്ങോട്ട് സെറ്റായിട്ടുണ്ടാവും. അതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വയ്ക്കാം. ഇത് പെട്ടെന്ന് തന്നെ സെറ്റാവും കേട്ടോ. ഇത് ക്ലോസ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇപ്പോൾ എൻ്റെ പുഡിംഗ് അപ്പം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്, കണ്ടില്ലേ?
കണ്ടില്ല, അത് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ബബിൾസ് പൊട്ടിച്ചു കൊടുത്തില്ലേ ഇതേപോലെ നിൽക്കുന്ന പറഞ്ഞത്. ഇനി എന്ത് ചെയ്യണം, ഇതിൻ്റെ സൈഡിലൊക്കെ ഒന്നിങ്ങനെ എന്തെങ്കിലും ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് വിടിയിച്ചു കൊടുക്കുക കേട്ടോ. ഇനിയൊരു ട്രേയിലേക്ക് നമുക്ക് ഇതിനെ മാറ്റണം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പുഡിംഗ് അല്ലേ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് അതുപോലെ ട്രേ വെച്ചിട്ട് ഒന്ന് കമഴ്ത്തി കൊടുത്താൽ മതി. ഇനി ഒന്ന് തട്ടി കൊടുക്കുക. തട്ടി കൊടുക്കുമ്പോൾ തന്നെ അതങ്ങോട്ട് വീണോളും. ആണല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. പുഡിങ്ങൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. നല്ല ഹെൽത്തിയാണ്. ഫ്രൂട്ട്സൊക്കെ വെച്ച് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ലാസ്റ്റ് കുറച്ച് നട്ട്സ് വെച്ചിട്ട് ഞാൻ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും നട്ട്സ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതാ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഒരു റെസിപ്പിയാണ്. ഇപ്പോൾ നോമ്പൊക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ആയാലും നല്ല ഇഷ്ടമാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ അതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു.